ഹലോ വെൽക്കം ബാക്ക്. ഞാൻ അജ്മീൻ ഫയാസ്. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു സീരീസ് തന്നെയായിരിക്കും, അല്ലെങ്കിൽ കണ്ടു തീർത്ത ഒരു സീരീസ് ആയിരിക്കും സ്ട്രേഞ്ചർ തിങ്സ് എന്നുള്ളത്. അത് കണ്ടിട്ടില്ലാത്തവർ പ്ലീസ് സ്കിപ്പ് ദിസ് വീഡിയോ. ഓക്കെ, അപ്പോൾ അതിനകത്തിൽ നമ്മുടെ ഒരു ആ ഒരു സീരീസ് തീരാൻ, അല്ലെങ്കിൽ ആ ഒരു എപ്പിസോഡ് തീരാൻ ഒരു 40-45 മിനിറ്റ് ബാക്കി നിൽക്കെ നമ്മൾ കാണുന്ന ഒരു വിഷ്വൽ അല്ലെങ്കിൽ സീൻ എന്ന് പറയുന്നത് മറ്റൊരു വെക്നയെ നമ്മുടെ ജോയ്സ് വെട്ട് കത്തിവെച്ച് ഇഞ്ചം പരുവാക്കി തല വെട്ടുന്നതായിട്ടാണ്. ഓരോ വെട്ടുമ്പോഴും ഓരോ ക്യാരക്ടറിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക്, അല്ലെങ്കിൽ അവർ അനുഭവിച്ചിട്ടുള്ള ഒരു ട്രോമ, അവർ അനുഭവിച്ചിട്ടുള്ള ഒരു പെയിൻ എല്ലാം ഓരോ വെട്ടിലും നമുക്ക് കാണാൻ പറ്റും. ഓരോ ആൾക്കാരുടെ ക്യാരക്ടറിന്റെ ഫേസ് കാണിക്കുക, അവിടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുക, അവർ അനുഭവിച്ചിട്ടുള്ള വേദന, അതല്ല. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് അവിടെ മാക്സിനെയും കൂടി കൊണ്ടുവരണമെന്ന്, അല്ലെങ്കിൽ മാക്സിനെയും കൂടി ഉൾപ്പെടുത്തണമെന്ന്. കാരണം മാക്സിന്റെ ബ്രദറായിട്ടുള്ള ബില്ലി ഒരു പക്ഷേ അവൻ സീരീസിന്റെ ഒരു ഒട്ടുമിക്ക സമയത്തും ഒരു ഇത്തിരി വല്ലാത്തൊരു ക്യാരക്ടറായിട്ടായിരിക്കും നിന്നിട്ടുള്ളത്. പക്ഷേ അറ്റ് ദ ലാസ്റ്റ് മൊമെന്റ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബില്ലി ആ ഒരു മൈൻഡ് ഫ്ലെയറിന്റെ കൂടെ ഫൈറ്റ് ചെയ്തിട്ടാണ് മരിക്കുന്നത്, പോരാടിയാണ് മരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് മാക്സിനെയും കൂടി ഉൾപ്പെടുത്തണമായിരുന്നു. പോട്ട് മാക്സിന് ഇപ്പൊ വീൽ ചെയറിലായത് കൊണ്ട് അവിടെ എത്താൻ പറ്റത്തില്ലായിരിക്കും, പക്ഷെ ഏതെങ്കിലും രീതിയിൽ ബില്ലിയും കൂടി ആ ഒരു ബില്ലിയുടെ ആ ഒരു പെയിനും കൂടി ഉൾപ്പെടുത്താമായിരുന്നു വേണമെങ്കിൽ. അങ്ങനത്തെ എനിക്ക് ഫീൽ ചെയ്ത്. കാരണം നമ്മുടെ അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയല്ലോ, ജോയ്സിന്റെ ഒരു സെക്കൻഡ് ബോയ് ഫ്രണ്ട് ആയിട്ടുള്ളത് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ വില്ലിന്റെ സ്റ്റെപ്പ് ഫാദർ ആയിട്ടുള്ളത്, പേര് മറന്നുപോയി പുള്ളിക്കാരൻ്റെ. അപ്പം അദ്ദേഹത്തിൻ്റെത് വരെ കാണിച്ചിട്ടുണ്ട്. ജോയ്സ് ഇങ്ങനെ കയറി വരുന്നു, വെക്നയെ കാണുന്നു. അപ്പൊ വെട്ടുന്നതിന്റെ മുമ്പ് തന്നെ കാണിക്കുന്നത് എന്താണ്, ആ ഒരു പെയിൻ, ആ ഒരു ട്രോമ, ആ ഒരു സീൻ അത്രമാത്രം ജോയ്സിന് അത്രയും മാത്രം താങ്ങാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു. അപ്പൊ ആ സീൻ ഉൾപ്പെടെ കാണിച്ചിട്ടുള്ളപ്പോ എന്തുകൊണ്ട് ബില്ലിയെയും കൂടി ഉൾപ്പെടുത്തിയില്ല? ബില്ലിയും കൂടി ഉൾപ്പെടുത്താമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മറ്റൊന്ന് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെഗ്ന മരിക്കണ്ടായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അറിയില്ല, കാരണം വെഗ്ന മരിച്ചു എന്ന് നമുക്ക് വിഷ്വലി കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എല്ല് മരിച്ചു എന്ന് നമ്മൾ സീനി കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂർ 23 മിനിറ്റ് കഴിയുമ്പോൾ കാണിക്കുന്നത് എല്ല് മറ്റേ ബ്ലാക്ക് ഹോളിലോട്ട് പൈപ്പ് ഔട്ട് ചെയ്ത് പോകുന്നു, പിന്നെ ഒരു ബ്ലാക്ക് സ്ക്രീൻ ആണ് വരുന്നത്. നിങ്ങൾ ആ ഒരു വോയിസ്, ആ ഒരു സമയത്ത് ബ്ലാക്ക് സ്ക്രീൻ വരുന്ന സമയത്ത് വോയിസ് ശ്രദ്ധിക്കുവാണെങ്കിൽ മനസ്സിലാവും, ഒരു ഹാർട്ട് ബീറ്റ് കേൾക്കുന്നുണ്ട്, ഒരു ഹാർട്ട് ബീറ്റ്. മേ ബി എല്ല് ഇപ്പം ജീവനോടെ ഉണ്ട് എന്ന് മറ്റേ ഡഫർ ബ്രദേഴ്സ് ഒരു ഹിന്റ് തരുന്നതാവാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ സ്റ്റോറി ഇവിടെ തീരുന്നില്ല, അല്ല സീരീസ് തീർന്നു കാണാം, പക്ഷേ ഇതിന്റെ പിന്നിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, മൈൻഡ് ഫ്ലെയർ, മറ്റു കാര്യങ്ങളൊക്കെ, അത് മരിക്കുന്നില്ല. മേ ബി അതായിരിക്കും ഡഫർ ബ്രദേഴ്സ് ഇവിടെ കാണിക്കാൻ ശ്രമിക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ വെഗ്ന മരിച്ചിട്ടില്ല എന്നാവാം, മേ ബി എന്തുവാവാം. ഡഫർ ബ്രദേഴ്സ് എന്തായാലും അവിടെ ഒരു ഹാർട്ട് ബീറ്റിന്റെ സൗണ്ട് കേൾപ്പിച്ചിട്ടുണ്ട്. സബ് ടൈറ്റിലായിട്ട് റിതം ഓഫ് ഹാർട്ട് ബീറ്റ് എന്നോ അങ്ങനെ എന്തോ ഒരു രീതിയിലും കാണിച്ചിട്ടുണ്ട്. സപ്പോസ് എന്തോ ഒന്ന് അവിടെ ഉണ്ട്. മേ ബി ഇത് തന്നെയായിരിക്കും, എല്ല് മരിച്ചിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും. കാരണം മൈക്കുമായിട്ട് മറ്റേ മീറ്റപ്പ് ചെയ്യത്തില്ലേ ഒരു ലാസ്റ്റ് മൊമെന്റ്, അതായത് മൈക്കും എല്ലുമായിട്ടുള്ള ലാസ്റ്റ് മൊമെന്റ് എന്ന് പറയുന്നത് ഒരു വെർച്വൽ വേൾഡ് അല്ല, ആ രീതിയിലുള്ളൊരു, അറിയാലോ നമ്മൾ ഫസ്റ്റ് സീസൺ മുതലേ കാണുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും ആ ഒരു ഇതെന്ന് പറയുന്നത്. ഒരു വെള്ളം തറയിൽ കിടക്കും, എല്ലാം അവിടെ നിന്നായിരിക്കും എല്ലാവരെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അവരുമായിട്ടൊരു മീറ്റപ്പ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും എല്ലിന്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരും.
ഇവിടെ വന്നിട്ടില്ല. ദാറ്റ് മീൻസ് മേ ബി അത് തന്നെയായിരിക്കും, എല്ല് മരിച്ചിട്ടില്ല എന്ന്, അല്ലെങ്കിൽ മൈക്കിന്റെ ആ ഒരു തിയറി ശരിയാകും എന്നാവാം. ആൻഡ് അവർ പറയുന്നത് വരെ മൈക്ക്, വില്ല്, പിന്നെ നമ്മൾ മാക്സ്, ഇവരെല്ലാം പറയുന്ന പോലെ, ഡിസ്നിയെല്ലാം പറയുന്ന കണക്ക് മേ ബി ഐ ബിലീവ് എല്ല് ജീവനോടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, വില്ലിയും കൂടി ഒരു കാണിക്കാമായിരുന്നു, ഫ്ലാഷ് ബാക്ക് അല്ലെങ്കിൽ ആ ഒരു പെയിൻ കാണിക്കുന്ന സമയത്ത് വില്ലിയും കൂടി കാണിക്കാമായിരുന്നു. വെഗ്ന മരിക്കണ്ടായിരുന്നു, എല്ലിനെ മരിച്ചില്ല എന്ന് കാണിക്കുന്നതാവാം. അപ്പൊ ഇതൊക്കെയായിരിക്കും ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. അപ്പൊ ഇതിലും കിട്ടുന്ന വീഡിയോ വരുന്നത് വരെ ബൈ ബൈ.